ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മദ്യപാനാസക്തിയും മറ്റ് ലഹരി പദാർത്ഥങ്ങളെക്കുറിച്ചാണ്. സർ, എന്താണ് സർ ഈ അഡിക്ഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? സർ, അഡിക്ഷൻ എന്നുള്ളതൊരു ലോകാരോഗ്യ സംഘടന തന്നെ അംഗീകരിച്ചിട്ടുള്ളൊരു രോഗാവസ്ഥയാണ്. ഈ അഡിക്ഷൻ തന്നെ രണ്ടായിട്ട് തരംതിരിച്ച് കാണാം. ഒന്ന് കെമിക്കൽ അഡിക്ഷൻ, രണ്ട് ബിഹേവിയറൽ അഡിക്ഷൻ. ചില പെരുമാറ്റങ്ങളോടും ചില പ്രവൃത്തികളോടും ചില ആളുകൾക്ക് ഒരു കഠിനമായ വിധേയത്വവും അതിൽ നിന്ന് പിന്മാറാൻ പറ്റാത്ത അവസ്ഥയും. അത് പ്രവൃത്തികളോടുണ്ടാകുന്നത് പോലെ തന്നെ ചില കെമിക്കൽസിനോടും ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ചീട്ട് കളിക്കുന്നയാൾ, അയാൾക്ക് ചീട്ട് കളിക്കാൻ പോയില്ല എങ്കിൽ അയാൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നും. ആ സമയമാകുമ്പോൾ അയാൾക്ക് പോയില്ല എങ്കിൽ ആരെ എതിർത്താലും പറ്റില്ല, അയാൾ പോകും. മറ്റൊരു സംഗതി, ഈ കളിക്കുന്നതിൻ്റെ സമയം പിന്നെ ക്രമേണ കൂടിക്കൂടി വരും. അത് ബിഹേവിയർ അഡിക്ഷൻ. ഇപ്പോൾ കെമിക്കൽ അഡിക്ഷൻ നമ്മുടെ നാട്ടിലെ സ്ഥിതി എടുക്കുകയാണെങ്കിൽ രണ്ട് തരത്തിൽ അതുണ്ടാകും. ഒന്ന്, കെമിക്കൽസ് വിച്ച് ആർ ലീഗലി പെർമിറ്റഡ്, നിയമാനുസൃതമായി അനുവദിക്കപ്പെട്ടിട്ടുള്ള കുറേ ലഹരി സാധനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. മറിച്ച് നിയമാനുസൃതമായി അനുവദിക്കാത്ത ലഹരി വസ്തുക്കളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇത് രണ്ടിലേക്കും ആളുകൾ പോകാറുണ്ട്. എങ്കിലും ഈ നിയമാനുസൃതമായി അനുവദിച്ച മദ്യവും പുകയിലയുമാണ് പൊതുവെ കേരളത്തിൽ അഡിക്ഷൻ കൂടുതലായിട്ട് കാണുന്ന, വിധേയത്വം കൂടുതലായിട്ട് കാണുന്നതാകും. ഇതിൻ്റെ നിർവചനം ഇതാണ്: ആ വസ്തുവിനോടുള്ള, ആ പ്രവൃത്തിയോടുള്ള, അതിനോടുള്ള അടക്കാനാവാത്ത താല്പര്യം, അതിലേക്ക് പോകാതിരുന്നാൽ, അത് ഉപയോഗിക്കാതിരുന്നാൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അതാണ് അതിൻ്റെ നിർവചനം. സർ, എന്താണ് നമ്മൾ സാധാരണയായി ഇങ്ങനെ കാണുന്ന ലക്ഷണങ്ങൾ ഈ രോഗികളിലുള്ളത്? ഈ മദ്യപാനാസക്തമായ രോഗങ്ങൾ അതോ മറ്റ് ലഹരി പദാർത്ഥങ്ങളിൽ വിധേയമായവർ, എന്താണ് അവർ സാധാരണയായി കാണിക്കുന്ന ഒരു ലക്ഷണങ്ങൾ? അവർക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. they will be very pleasant. അവർ ചിലപ്പോൾ സന്തോഷമായിട്ട്, പക്ഷേ അവരുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് ഇത്. അവിടെയും നമുക്ക് ഇത് 2-3 കാറ്റഗറി ആയിട്ട് നോക്കണം. സ്വയം ചിന്തിക്കുന്നവരുണ്ട്, എൻ്റെ പെരുമാറ്റത്തിൽ അപാകതയുണ്ട്, എൻ്റെ രീതികളിൽ അപാകതയുണ്ട്, ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കള്ളു കുടിച്ച് നടന്നാൽ ശരിയാകുന്നില്ല എന്ന് സ്വയം തോന്നുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ വരും. മറ്റു ചിലർക്ക് ഈ മദ്യപാനം കൊണ്ടോ പുകയില ഉപയോഗം കൊണ്ടോ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടോ പല ശാരീരിക രോഗങ്ങളുണ്ടാകും. ആ ശാരീരിക രോഗങ്ങളുടെ ഗുരുതരത്വം അനുസരിച്ച് അവർ ആശുപത്രികളിലെത്തും. മറ്റ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ നോക്കി കഴിയുമ്പോഴായിരിക്കും, ഇപ്പോൾ ഉദാഹരണത്തിന് ശ്വാസമുട്ടായിട്ട് ഒരാൾ വന്നു, അയാളെ നോക്കുമ്പോൾ പൾമനോളജിസ്റ്റ് ചിലപ്പോൾ പറയും, ഇയാളുടെ പുകവലി നിർത്താതെ പറ്റില്ല. അപ്പോൾ ടുബാക്കോ അഡിക്ഷൻ, ടുബാക്കോ ഡിപ്പെൻഡൻസ് അതൊരു രോഗാവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ പൾമനോളജിസ്റ്റ് പറയുന്നത് കൊണ്ടായിരിക്കും അവർ വരുന്നത്. അല്ലെങ്കിൽ ലിവർ സിറോസിസ്, അല്ലെങ്കിൽ ഹൃദ്രോഗം, അങ്ങനെ റെഫറൻസ് ആയിട്ട് വരുന്ന മറ്റൊരു വിഭാഗം ഉണ്ടാകും. മൂന്നാമത് മറ്റൊരു വിഭാഗം വരുന്നത് ഈ ബന്ധുമിത്രാദികളുടെ പ്രശ്നം വരും. വീട്ടിൽ പെരുമാറ്റ വൈകൃതങ്ങൾ ധാരാളം വരുന്നവരുണ്ടാകും. നാലാമത് ഒരു വിഭാഗം റോഡപകടങ്ങളും നിയമാനുസൃതമായിട്ടുള്ള പ്രശ്നങ്ങളും. അങ്ങനെ ഇത് അഡിക്ഷൻ അഥവാ ഒരു വിധേയത്വം എന്നുള്ളൊരു രോഗാവസ്ഥയുണ്ട് എന്ന് രോഗിയും ബന്ധുവും ഡോക്ടറും എല്ലാം മനസ്സിലാക്കുന്നത് ചിലപ്പോൾ അല്പം വൈകിട്ടായിരിക്കും, തുടക്കത്തിലായിരിക്കും. സർ, എന്താണ് സാധാരണയായി നമ്മൾ ഒരു ചികിത്സാ രീതി ഇതിൻ്റെ? ചികിത്സിക്കുന്നതിന് മുമ്പ് നമുക്കിത് രോഗനിർണയം നടത്തണം. ഏത് ആളാണെങ്കിലും ഇതൊരു ചികിത്സാ വീക്ഷണത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ അത് ഒരു കെമിക്കൽ ഡിപ്പെൻഡൻസ്, ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് ആണോ, ടുബാക്കോ ഡിപ്പെൻഡൻസ് ആണോ, ഗാംബ്ലിംഗ് എന്താണ് എന്നുള്ളത് ആദ്യം ഒരു രോഗനിർണയം നടത്തുക എന്നുള്ളത്. രോഗനിർണയം നടത്തുന്നത് 3 വഴികളിലൂടെയാണ്. ഒന്ന്, അയാളുടെ ശാരീരിക പരിശോധനകളെല്ലാം. 2, അയാളുടെ പെരുമാറ്റ വൈകൃതങ്ങൾ, രീതികൾ, അത് അയാളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മനസ്സിലാക്കിയിട്ട്. മൂന്നാമത് ഈ ലാബോറട്ടറി പരിശോധന, എക്സ്റേ, സ്കാന്, അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം നോക്കിയിട്ട്. ഇതെല്ലാം നോക്കി അയാൾക്ക്
ഈ പറയുന്ന വ്യക്തിക്ക് ഏതെങ്കിലും ഒരു കെമിക്കലിന്, ഉദാഹരണത്തിന് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് എന്ന് പറയണമെങ്കിൽ അയാൾ മദ്യപിക്കുന്ന രീതി ചോദിച്ചു തുടങ്ങും. രാവിലെ കഴിക്കാറുണ്ടോ, കഴിക്കുമ്പോൾ എത്ര കഴിക്കും, കഴിച്ചു കഴിഞ്ഞാൽ സ്വഭാവത്തിലെ പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങളുണ്ടോ, മറ്റെന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടോ, അത് നോക്കി അയാളുടെ മറ്റ് പരിശോധനകൾ ചെയ്യുമ്പോൾ ലിവർ, ബ്ലഡ്, ബ്രെയിന് ഇങ്ങനെയുള്ള അവയവങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ മദ്യം അഥവാ ഈഥൈൽ ആൽക്കഹോൾ എന്നാണ് രാസവസ്തു, അതുകൊണ്ട് എന്തെല്ലാം തകരാറൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ചാണ് ചികിത്സകൾ ആരംഭിക്കേണ്ടത്. പലപ്പോഴും ഈ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർക്ക് മാനസിക രോഗങ്ങളും അതോടൊപ്പം സമാന്തരമായിട്ട് കാണാറുണ്ട്. അവിടെ ഞങ്ങൾ വേർതിരിക്കുന്നത് ഈ ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന രോഗം പ്രൈമറി ആണോ അതോ സെക്കൻഡറി ആണോ എന്ന് പറഞ്ഞാൽ, അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് അടിസ്ഥാനപരമായിട്ട് വിഷാദ രോഗമുള്ളവർ, അടിസ്ഥാനപരമായിട്ട് സ്കിസോഫ്രീനിയ ഉള്ളവർ, അടിസ്ഥാനപരമായിട്ട് മൂഡ് ഡിസോർഡർ എന്നുള്ള രോഗാവസ്ഥയുള്ളവർ, ആകാംക്ഷ കൂടുതലുള്ളവർ, അങ്ങനെ ആ ഒരു വിഭാഗക്കാർ ചിലപ്പോൾ അവരുടെ ഒരു മനസ്സിൻ്റെ ഒരു ആശ്വാസത്തിന്, ഒരു സമാധാനത്തിന് മദ്യപിച്ച് തുടങ്ങും. അത് ക്രമേണ അവർക്ക് നിയന്ത്രണാതീതമാകും. അപ്പോൾ പ്രൈമറി ഡയഗ്നോസിസ് ആങ്സൈറ്റി സ്റ്റേറ്റ് ആൻഡ് സെക്കൻഡറി ഡയഗ്നോസിസ് ഈസ് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ്. ഇത് തിരിച്ചും വരാം. ആൽക്കഹോൾ അവർ ഒരു പ്രായത്തിൽ അങ്ങനെ തുടങ്ങും, ചെറുപ്പത്തിൽ അല്പസ്വല്പമൊക്കെ കഴിച്ചു തുടങ്ങും, ക്രമേണ അതിന് ഡിപ്പെൻഡൻസ് ഉണ്ടാകും, അതിൻ്റെ ടോളറൻസ് കൂടി വരും. ആ ആൽക്കഹോളിൻ്റെ ഉപയോഗം കൊണ്ട് അവർക്ക് വിഷാദ രോഗത്തിലേക്ക് അവർ പോകാം. അങ്ങനെ വരുമ്പോൾ പ്രൈമറി ഡയഗ്നോസിസ് ഈസ് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് ആൻഡ് സെക്കൻഡറി ഡയഗ്നോസിസ് ഈസ് ഡിപ്രസീവ് ഡിസോർഡർ. അപ്പോൾ ഇത്തരത്തിലുള്ളത് വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം അഥവാ റിക്കവറി പ്രോഗ്രാം. സർ, അപ്പോൾ എന്തൊക്കെയാണ് ആ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാംസ് നമ്മൾ ഇതിലുള്ളത്? ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം ഇത് 2 തലങ്ങളിലാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളെ ഡയഗ്നോസിസ് കൺഫേം ചെയ്യുക. 2, അയാളുടെ ഒരു മോട്ടിവേഷൻ, അയാൾക്ക് സമ്മതമുണ്ടോ ഇല്ലയെന്ന്. ഇതിപ്പോൾ മറ്റ് രോഗങ്ങൾ ചികിത്സിക്കുന്ന പോലെ അല്ല ഇതിൽ. ഇപ്പോൾ ബന്ധു കൊണ്ടുവരികയാണെങ്കിൽ അയാൾ വിസമ്മതിക്കും, എനിക്കങ്ങനെ രോഗമൊന്നുമില്ല. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് റെഫർ ചെയ്യുന്നതാണെങ്കിൽ എനിക്കങ്ങനെ രോഗമില്ല എന്ന് രോഗി പറഞ്ഞു എന്ന് വരും. അപ്പോൾ ആദ്യം ഇത് കണ്ടെത്തിയാൽ മാത്രം പോരാ, അയാളുടെ മോട്ടിവേഷൻ ലെവൽ എത്രയുണ്ടെന്ന് അസസ് ചെയ്യണം. മോട്ടിവേഷൻ ഇല്ലാത്ത ആളാണെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആദ്യ ഭാഗം എന്നുള്ള നിലയിൽ മോട്ടിവേറ്റ് ചെയ്യും ഫോർ റിക്കവറി. ഇതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടേണ്ടത് ആവശ്യമാണ് എന്നുള്ളൊരു മെസ്സേജ് അയാൾക്ക് കൊടുക്കുകയും അയാളുടെ സഹകരണം തേടുകയാണ് ആദ്യഘട്ടം. അടുത്ത സ്റ്റേജിലാണ് അയാളുടെ ശരീരം എങ്ങനെ, മനസ്സെങ്ങനെയെന്ന് പരിശോധിക്കുന്നു, അതിനുള്ള മാർഗങ്ങളും. അതിന് മൂന്നാമത്തെ ഘട്ടമെന്ന് പറയാം, അഡ്മിറ്റ് ഹിം ടു ദ ഹോസ്പിറ്റൽ ആൻഡ് ഡീടോക്സിഫൈ. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, പല ആളുകൾക്കും ഈ കെമിക്കൽ ഡിപ്പെൻഡൻസ് ഉള്ളവർക്ക്, ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർക്കാണെങ്കിലും മറ്റ് ഡ്രഗുകൾ ഉപയോഗിക്കുന്നവർക്കാണെങ്കിലും പിന്മാറ്റ ലക്ഷണങ്ങളുണ്ടാകും. ആ പിന്മാറ്റ ലക്ഷണങ്ങൾ ഉണ്ടാകാതിരിക്കാനും അഥവാ പിന്മാറ്റ ലക്ഷണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ഗുരുതരത്വം കുറയ്ക്കാനുമാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ആ ആശുപത്രി അഡ്മിറ്റ് ചെയ്ത് അതിനുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ശരീരത്തിലുള്ള മദ്യത്തിൻ്റെ ആണെങ്കിലും ഏത് കെമിക്കലിൻ്റെ ആണെങ്കിലും ലെവല് കംപ്ലീറ്റ് അത് പുഷ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലഷ് ചെയ്യുക എന്ന് പറയാം. ആ തരത്തിൽ ശരീരം ക്ലീനാക്കി എടുത്താൽ അയാളുടെ രക്തവും അയാളുടെ തലച്ചോറും എല്ലാം ക്ലീൻ ആവുള്ളൂ. ആ ഡീടോക്സിഫിക്കേഷൻ അഥവാ ക്ലെൻസിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഡയഗ്നോസിസ് റീകൺഫേം ചെയ്യണം. ആ ഡയഗ്നോസിസ് റീകൺഫേം ചെയ്തതിന് ശേഷമാണ് അയാളുടെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം അഥവാ മെഡിക്കേഷൻ ആരംഭിക്കുകയും അതോടൊപ്പം തന്നെ കൗൺസിലിങ്ങും. അപ്പോൾ ഇതിൽ ആദ്യം കണ്ടെത്തുക, മോട്ടിവേറ്റ് ചെയ്യുക, ഡീടോക്സിഫൈ ചെയ്യുക, രോഗനിർണയം നടത്തുക, തുടർന്ന് മരുന്നുകളും കൗൺസിലിങ്ങും ആരംഭിക്കുക. ഇത് ഒരു ഭാഗമാണ്. ഇനി ഇതിൻ്റെ ആൻസിലറി ആയിട്ട് ഇതിനോടൊപ്പം വേണ്ടത്, ഇത്തരത്തിലുള്ള ആളുകളെ ചികിത്സിക്കണമെങ്കിൽ അവരുടെ സമ്മതവും സഹകരണവും മാത്രം പോരാ, ബന്ധുമിത്രാദികൾ വേണം.
അപ്പം ബന്ധുമിത്രാദികളുടെ ഒരു സഹകരണം തേടുക, അവരെ കൂടെ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കുക, അതും വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അവർ സഹകരിക്കാത്ത ആളുകൾ കാണും, ബന്ധുക്കൾ. ഇതൊരു രോഗമല്ല, ഇത് അഹങ്കാരമാണ്, ഇത് അവൻ തനിയെ വിചാരിച്ചാൽ ശരിയാക്കാവുന്നേ ഉള്ളൂ, ഇതിന് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന ബന്ധുമിത്രാദികൾ ധാരാളമുണ്ട്. അവരെയും ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇത് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെന്ന് അവർക്കും കൂടെ ബോധ്യം വന്നാലേ അവർ സഹകരിക്കുകയുള്ളൂ. അവർ സഹകരിക്കുന്ന സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പീരിയഡാണ്. ഇത് നീണ്ട കാലഘട്ടത്തേക്ക് വേണ്ടതാണ്. ചികിത്സാ കേന്ദ്രവുമായിട്ടുള്ള ഒരു ബന്ധം മരുന്നായിരിക്കില്ല പ്രധാനം. മരുന്നിനേക്കാളേറെ സപ്പോർട്ടീവ് കൗൺസിലിംഗ്, ഗൈഡൻസ്, അതിന് ഏത് ചികിത്സാ കേന്ദ്രത്തിലാണോ അവരെത്തുന്നത് ആ ചികിത്സാ കേന്ദ്രവുമായിട്ടൊരു തുടർ ബന്ധമുണ്ടായിരിക്കണം. മറ്റൊരു സംഗതി ഇതിൽ പ്രിവെൻഷൻ ഓഫ് റിലാപ്സ്, അതാണ് ട്രീറ്റ്മെൻറ്റിനോടൊപ്പം നോക്കുന്ന മറ്റൊരു കാര്യം. വീണ്ടും അവർ തിരിച്ച് ഇതിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. കാര്യം അത് നമ്മുടെ നാട്ടിലെ സംസ്കാരവും ബന്ധുമിത്രാദികളുടെയും കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ അവർ തിരിച്ചതിലേക്ക് പോകാതെ നോക്കുകയും വേണം. ഇതൊക്കെ ഇതിൻ്റെ ചികിത്സാ ഘട്ടങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ ഈ അഡിക്ഷൻ എന്ന് പറയുന്നതിൻ്റെ രോഗലക്ഷണങ്ങൾ ഞാൻ വിശദീകരിച്ചില്ല. ഒന്ന്, ലഹരി വസ്തു വേണം എന്നുള്ള ചിന്ത, നിയന്ത്രിച്ച് അത് ഉപയോഗിക്കാം എന്നുള്ള ഒരു തെറ്റായ ആത്മവിശ്വാസം, ഉപയോഗിച്ച് തുടങ്ങിയാൽ നിയന്ത്രിക്കാൻ പറ്റാതാവുക, ഉപയോഗിക്കാതിരിക്കുമ്പോൾ പിന്മാറ്റ ലക്ഷണങ്ങൾ കാണുക, ഗുരുതരമായ പെരുമാറ്റ വൈകൃതങ്ങളുണ്ടാവുക, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. അപ്പോൾ വിനോദത്തിന് വേണ്ടി തുടങ്ങുന്ന ഒരു പ്രവൃത്തി ക്രമേണ ഗുരുതരമായ ഒരു രോഗാവസ്ഥയിലേക്ക് എത്തിപ്പെടും. സാർ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം ഹോസ്പിറ്റലിൽ ഒന്നൊരു ഡീടോക്സിഫിക്കേഷൻ പ്രോഗ്രാം, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് മാറി വീട്ടിലൊരു എൻവയൺമെൻറ്റിലേക്ക് പേഷ്യൻറ്റിനെ വിടുകയാണ്, ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യുന്നതാണ് ഹോസ്പിറ്റൽ. അപ്പോൾ സാർ, നമ്മൾ വീട്ടിലെ ആൾക്കാർ എന്താണ് കൂടുതലായിട്ട് പേഷ്യൻറ്റുമായിട്ട് ഈ മോട്ടിവേറ്റ് ചെയ്യുകയാണോ, അതെന്താണ് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ? ഞാനത് സൂചിപ്പിച്ചിരുന്നു. ബന്ധുവിൻ്റെ ഒരു സഹകരണം ഇതിന് ആവശ്യമാണ്. പക്ഷേ സഹകരിക്കുന്ന ബന്ധുക്കളുമുണ്ട്, സഹകരിക്കാത്ത ബന്ധുക്കളും ഉണ്ടാകും. അവിടെയാണ് ഫസ്റ്റ് സ്റ്റേജയുടെ സെക്കൻഡ് സ്റ്റേജിൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു. അയാൾക്ക് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ, ഈ അഡിക്ഷൻ ഉള്ള ആളിന്, മദ്യപാനാസക്തി ഉള്ള ആളിന് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ബന്ധു സഹകരിച്ചില്ലെങ്കിലും അയാൾ റിക്കവർ ചെയ്യും. ബന്ധുവിന് ഇതിന് വലിയ റോളൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ സഹകരിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതെ, പനിയുള്ള ആൾ മഴ നനയരുത് എന്ന് പറയാറുണ്ടല്ലോ, അതുപോലെ ബന്ധു സഹകരിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ സഹകരിക്കാത്ത ബന്ധുക്കളുണ്ട് എന്ന് വിചാരിച്ചാൽ അവർ സഹകരിച്ചില്ല എന്നുള്ള അതുകൊണ്ട് വീണ്ടും മദ്യപിക്കണമെന്നോ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കണമെന്നില്ല. സാർ, എന്താണ് നമ്മൾ ഈ ഒരു എന്തെങ്കിലും അഡിക്റ്റഡ് ആകുമ്പോൾ എന്താണ് സാർ ലോങ് ടേം ആയിട്ട് നമ്മൾ എഫക്ട്സ് ഉണ്ടാകുന്നത് സാധാരണയായി? ഇത് രോഗത്തിൻ്റെ എഫക്റ്റാണോ അതോ ചികിത്സ? എന്താ രോഗത്തിൻ്റെയും? രോഗം ഇതാണ്, ഇത് ഈ ലഹരി സാധനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനം മാറും, തലച്ചോറിൻ്റെ ഘടന മാറും. തലച്ചോറെന്ന് പറയുന്ന അവയവമാണ് മനുഷ്യൻ്റെ ചിന്തകളുടെ സ്ഥിരാകേന്ദ്രം. അപ്പോൾ ഈ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അവരുടെ തലച്ചോറിൻ്റെ ഘടന മാറും, തലച്ചോറിൻ്റെ പ്രവർത്തനം മാറും. ആ ഉന്മാദാവസ്ഥ, ആ സന്തോഷാവസ്ഥയോട് അവർക്ക് കഠിനമായ വിധേയത്വം അഥവാ താല്പര്യം തോന്നിത്തുടങ്ങും. ഇന്ന് ഒരു പെഗ് മദ്യപിക്കുന്ന ആളിന് ഒരാഴ്ച കഴിഞ്ഞാൽ അതേ ഇഫക്റ്റ് കിട്ടണമെങ്കിൽ 1 പെഗ് പോരാ, 2 പെഗ് വേണ്ടി വരും. 2 വർഷം കഴിയുമ്പോൾ അത് 2 പെഗ് പോരാ, 4 പെഗ് വേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അതിന് ടോളറൻസ് എന്ന് ഞങ്ങൾ പറയും, അത് കൂടി പോകും. അപ്പോൾ ഇത് തലച്ചോറിൻ്റെ ഘടന മാറുന്നത് കൊണ്ടും തലച്ചോറിൽ പ്ലഷർ സീക്കിംഗ് ബിഹേവിയർ, ഇതൊരു സന്തോഷം തേടിയുള്ള മനുഷ്യൻ്റെ യാത്രയാണ്. ലഹരിയിലേക്ക് എങ്ങനെ എത്തുന്നു എന്ന് ചോദിച്ചാൽ അത് സന്തോഷം തേടി മനുഷ്യൻ്റെ ഒരു യാത്ര.
ഒരു പെഗ് കഴിച്ചു നോക്കി, ഒരു കഞ്ചാവ് ബീഡി വലിച്ചു നോക്കി, ഒരു മയക്കുമരുന്ന് കുത്തിവെച്ച് നോക്കി, അപ്പോൾ തോന്നുന്ന ആ ഉന്മാദം, അപ്പോൾ തോന്നുന്ന ആ സന്തോഷം, അതിനോടുള്ള താല്പര്യം ഉണ്ടായി വരുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനം മാറുമ്പോഴാണ്, ഘടന മാറുമ്പോഴാണ്. അതങ്ങനെ തുടരും. അതാണ് ദാറ്റ് ഈസ് അഡിക്ഷൻ. സർ, നമ്മുടെ ഇന്നത്തെ ഒരു ഈ സെറ്റപ്പിൽ കുട്ടികൾ കൂടുതലായി ഇങ്ങനെ മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ അഡിക്റ്റഡായി കാണുന്നത് കൂടുതലാണോ സർ? അതെങ്ങനെയാണ് അവർ ഡീൽ ചെയ്യുന്നത്? സ്ഥിതിവിവര കണക്കുകൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കെമിക്കൽ ഡിപ്പെൻഡൻസ്, ആൽക്കഹോൾ ഡിപ്പെൻഡൻസും ടൊബാക്കോ ഡിപ്പെൻഡൻസും അതർ ഡ്രഗ് ഡിപ്പെൻഡൻസും ക്രമേണ കൂടി വരികയാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞു, നിയമാനുസൃതമായി അനുവദിച്ചിട്ടുള്ള ലഹരി വസ്തുക്കളും നിയമാനുസൃതമായി അനുവദിക്കാത്തതും. അനുവദിച്ച ലഹരി വസ്തുക്കളാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾ ഒരു ഭാഗത്തുണ്ടെങ്കിലും ജനത്തിൻ്റെ പൊതുവെയുള്ള ഒരു പ്ലഷർ സീക്കിംഗ് ബിഹേവിയർ അത് കൂടി വരികയാണ്. സാർ, അപ്പോൾ ഈ കുട്ടികളിലും ഇത് കൂടി തന്നെ വരുന്നുണ്ടല്ലേ? കുട്ടിക്കാലത്താണ് ഇത് തുടങ്ങുന്നത്, തീരെ കുട്ടിക്കാലത്തല്ല. യൂഷ്വലി അഡോളസെൻ്റ് പീരീഡിലാണ് തുടങ്ങുന്നത്. കുട്ടികളിലും നമ്മൾ ഇതേ ട്രീറ്റ്മെൻറ്റ് ഒരു പ്രോഗ്രാമാണ് ഫോളോ ചെയ്യുന്നത്. പ്രോഗ്രാം ആർക്കാണെങ്കിലും ഐഡൻറ്റിഫിക്കേഷൻ, മോട്ടിവേഷൻ, ഡീറ്റോക്സിഫിക്കേഷൻ, കൺഫർമേഷൻ ഓഫ് ഡയഗ്നോസിസ്, ആ ഒരു സീരീസ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് വളരെ അടുക്കോടും ചിട്ടയോടും ആ തരത്തിൽ തന്നെ പോകണം. അവിടെയൊക്കെയാണ് പലപ്പോഴും ഈ ബന്ധുക്കളുടെയും മറ്റ് സഹപ്രവർത്തകരുടെയും ഒക്കെ സഹകരണം ഉണ്ടെങ്കിൽ നല്ലതാണ്. അതല്ലെങ്കിൽ വിചാരിക്കുന്ന വേഗതയിൽ ഇത് നടന്നു കിട്ടില്ല. സർ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവോ ഈ ട്രീറ്റ്മെൻറ്റ് രീതിയിൽ? ട്രീറ്റ്മെൻറ്റ് കൊണ്ട് യാതൊരു കോംപ്ലിക്കേഷനും ഉണ്ടാവില്ല. പക്ഷേ മറ്റ് ലഹരി ഉപയോഗം കൊണ്ട് ധാരാളം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ട്രീറ്റ്മെൻറ്റ് കൊണ്ട് യാതൊരു കോംപ്ലിക്കേഷനും ഉണ്ടാവില്ല. ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരുന്നാലാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്. സർ, ദാമ്പത്യ ജീവിതത്തിൽ എത്രത്തോളം അഫക്റ്റ് ചെയ്യും? ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇത് ഉപയോഗിക്കുന്ന ആളുകളിൽ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളിൽ പെരുമാറ്റ വൈകൃതങ്ങൾ, പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങളുണ്ടാകും. പെരുമാറ്റത്തിൽ വ്യത്യാസം എന്ന് പറയുമ്പോൾ ദേഷ്യം കൂടുതൽ, സംശയങ്ങൾ, വാശി, നിർബന്ധം, ഇങ്ങനെയുള്ള ഒരു ക്രമാതീതമായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കുടുംബജീവിതത്തിന്, ഭാര്യയെയും കുട്ടികളെയൊക്കെ ബാധിച്ചു തുടങ്ങും. ആ ഒരു അന്തരീക്ഷത്തിലാണ് ചില ആളുകൾ ചികിത്സയ്ക്ക് എത്തുന്നത് പോലും. ബന്ധുക്കൾ കൊണ്ടിരുന്നു എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നല്ലോ. അപ്പോൾ ഇത് ദാമ്പത്യ ജീവിതത്തിൽ തീർച്ചയായിട്ടും പ്രതികൂലമായിട്ട് ബാധിക്കും. ഇന്നിപ്പോൾ കേരളത്തിലെ ഫാമിലി കോടതികളിലെ സ്ഥിതിവിവര കണക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 75-80% ഡൈവോഴ്സ് പെറ്റീഷൻസ് ഫയൽഡ് ബൈ ലേഡീസ്, സ്ത്രീകൾ ഫയൽ ചെയ്തിട്ടുള്ള വിവാഹമോചന കേസുകളിൽ 75% മദ്യപാനാസക്തി മൂലമാണ്. സർ, നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ചിലവ്, എത്രത്തോളം എത്തും? ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ മദ്യപിക്കുന്നതിന് ചിലവാകുന്നതിൻ്റെ 1/4 പോലും ചികിത്സയ്ക്ക് ചിലവാവില്ല. അത് ആദ്യത്തെ കാര്യം. പിന്നെ നിങ്ങൾ ചികിത്സയ്ക്ക് ഏത് കേന്ദ്രത്തിൽ പോകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഏറ്റവും നല്ല ചികിത്സാ കേന്ദ്രം എന്ന് പറയുന്നത് പണം കൂടുതൽ കൊടുക്കുന്ന കേന്ദ്രമായിരിക്കണമെന്നില്ല. ഇതിന് പ്രത്യേക വൈദഗ്ധ്യം നേടിയിട്ടുള്ള ചികിത്സാ കേന്ദ്രങ്ങളിൽ ചെന്നാലേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ചികിത്സകൾ കിട്ടുകയുള്ളൂ. അല്ലാത്ത സ്ഥലങ്ങളിൽ ചെന്നാൽ ചിലർ കൗൺസിലിങ് മാത്രമായിരിക്കും, ചിലയിടത്ത് മരുന്ന് മാത്രമായിരിക്കും, ചിലയിടത്ത് ബന്ധുക്കൾ പറയും ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി സാറേ എന്ന്. അതുകൊണ്ടൊന്നും നടക്കില്ല. ഇത് കിഡ്നി രോഗം എന്ന് പറയുന്നത് പോലെയും ഹൃദ്രോഗം എന്ന് പറയുന്നത് പോലെയും ഒരു ബ്രെയിൻ ഡിസീസാണ്, തലച്ചോറിൻ്റെ ഒരു രോഗമാണ്. ശരിയായിട്ട് ചികിത്സിച്ചാൽ രക്ഷ നേടാം. ചിലവ് സത്യത്തിൽ കുറവാണ്. പിന്നെ ഓരോ ആശുപത്രികളുടേത് പലതരത്തിലിരിക്കും. ആ ഒരു സ്ഥിതിവിവരക്കണക്ക് ഈ രംഗത്ത് പറയുന്നത് ശരിയല്ലല്ലോ. സർ, ഇതിൻ്റെ നിയമവശങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ നിയമവശങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഫാമിലി കോർട്ടിൽ നോക്കിയാൽ 70%, 75% അല്ല 80% വരെ മദ്യപാനമാണ്. നിങ്ങൾ റോഡപകടങ്ങൾ എടുത്തു നോക്കൂ. റോഡപകടങ്ങൾ ഒരു 10 വർഷം മുമ്പ് ഞാൻ തന്നെ ചെയ്ത ഒരു ഗവേഷണത്തിൽ 37.5%, 37% റോഡപകടങ്ങൾ മദ്യലഹരിയുമായിട്ട് നേരിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ബന്ധപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഡ്രൈവർ മദ്യപിച്ചിരുന്നു, അല്ലെങ്കിൽ പെഡസ്ട്രിയൻ മദ്യപിച്ചിരുന്നു. അവർ രണ്ടുപേരും അന്ന് മദ്യപിച്ചിട്ടില്ലെങ്കിൽ തലേ ദിവസം അമിതമായിട്ട് മദ്യപിച്ചിരുന്നു. അതിൻ്റെ ഹാങ് ഓവർ ആയിരുന്നു. അപ്പോൾ ഇത് എല്ലാ രംഗങ്ങളെയും താറുമാറാക്കുന്നതാണ്.